അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ആദ്യത്തെ പാഠം തുടങ്ങാൻ പോവാണ്. മേരാ വത്തൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് വരികൾക്കിടയിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, തുടങ്ങാണ്. യേ മേരാ വത്തൻ ഹേ, യേ മേരാ വത്തൻ, യേ മേരാ വത്തൻ ഹേ, ഇത് എൻ്റെ നാടാണ്. യേ മേരാ വത്തൻ, ഇത് എൻ്റെ നാട്. വോ ചിടിയ, എൻ്റെ നാട്ടിലെ ആ പക്ഷി. വോ തൂത്ത, എൻ്റെ നാട്ടിലെ ആ തത്ത. വോ മൈന, ആ മൈന. വോ മോർ, ആ മയിലുകൾ. എന്ത് ഭംഗിയാണ് എൻ്റെ നാട്ടിലെ ആ തത്തക്കും പക്ഷികൾക്കും മൈനകൾക്കൊക്കെ. വോ കോയിൽ, ആ കുയിലുകളും. വോ ബുൽബുൽ, ആ ബുൽബുൽ പക്ഷികളും. വോ കുംരി, ആ പ്രാവുകളും. വോ ചക്കോർ, വോ ഇല്ല എന്നാലും ചക്കോർ, എൻ്റെ നാട്ടിലെ ആ ചെമ്പോത്തുകൾക്കൊക്കെ എന്തോ ഒരു ഭംഗിയാണ്. അതാണ് എൻ്റെ നാട്. മാത്രമല്ല വോ ജീലോക്കി ലഹിറൻ, ഓ ആ അരുവിയല്ല തടാകം അല്ലെങ്കിൽ കായൽ, ആ കായലുകളുടെ ലഹിറേൻ, ഓളങ്ങൾ, തിരകൾ. ആ കായലിലൂടെ ഒഴുകുന്ന ആ ഓളങ്ങളൊക്കെ എന്ത് ഭംഗിയാണ്. വോ ദറിയാക്ക സോർ, ആ നദിയുടെ ശബ്ദം അല്ലേ, ദറിയാക്ക സോർ, ആ നദിയുടെ ശബ്ദമൊക്കെ എന്ത് മനോഹരമാണ്. അതാണ് എൻ്റെ നാട്. വോ ജെർണോക്ക ഗിർണ, ജെർണോ എന്ന് പറഞ്ഞാൽ ജെർണോക്ക ഗിർണ, അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ ആ വീഴ്ച. വെള്ളച്ചാട്ടം ഇങ്ങനെ വീഴുമ്പോഴുണ്ടല്ലോ ഒരു ശബ്ദം, അതിങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ഭംഗിയാണ്. അതാണ് എൻ്റെ നാട്. വോ പാനിക്ക ഷോർ, ആ പാനി, അതായത് ആ നാട്ടിലെ ആ പാനിയുടെ ശബ്ദം പോലും എന്തൊരു ഭംഗിയാണ്. ഷോർ എന്ന് പറഞ്ഞ ശബ്ദം, ആ പാനിയുടെ ശബ്ദം പോലും. അതാണ് എൻ്റെ നാട്. ഇനി അടുത്തത് വോ സർസബ്സ്. ഇതാ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ അതിൻ്റെ നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞത് ഒരേ ഓർഡറിലായിരുന്നു, പക്ഷേ ഇതിൻ്റെ നെസർ വ്യത്യാസമുണ്ട്. ഇസ്കേപ്പ്, ഓക്കെ, ഇസ്കേപ്പ് പഹാഡ്, ഈ നാടിൻ്റെ പർവ്വതങ്ങളും. പിന്നെ ഓർ വോ സർസബ്സ്, വോ സർസബ്സ്, ആ പച്ചയുള്ള ബൻ, ബൻ എന്ന് പറഞ്ഞാൽ കാടുകളും. അപ്പോൾ ഈ നാടിൻ്റെ ഇസ്കേ പഹാഡ്, ഈ നാടിൻ്റെ പർവ്വതങ്ങളും. ഓർ വോ സർസബ്സ്, ആ പച്ചയുള്ള പച്ച പിടിച്ച ബൻ, ആ കാടുകളുമൊക്കെ എന്ത് മനോഹരമാണ്. എൻ്റെ നാടാണത്, എൻ്റെ നാടിൻ്റെ. അതാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി അടുത്തതെന്താ, യേ മേരാ വത്തൻ ഹേ, യേ മേരാ വത്തൻ, ഇത് എൻ്റെ നാടാകുന്നു. യേ മേരാ വത്തൻ, ഇത് എൻ്റെ നാട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ഇതിൻ്റെ സംശയങ്ങൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണം. എല്ലാവരും ഒന്നിൽ കൂടുതൽ ഒരുപാട് തവണ മനസ്സിലാവുന്നത് വരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.